അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബാബു ബിദിൽ അഖറബി ഫൽ അഖറബ്. പുണ്യം ചെയ്യൽ, ബന്ധം ചേർക്കൽ, അതിലൂടെ നന്മ ചെയ്യൽ. അൽ അഖറബു ഫൽ അഖറബ്, ഏറ്റവും അടുത്ത ആളുകളിൽ തുടങ്ങണം. ഏറ്റവും അടുത്ത ആൾ ആരാണോ അവരുമായി കൂടുതൽ ബന്ധവും, അവരുമായി ആദ്യം ബന്ധവും, അതിനുശേഷം അടുത്ത ആള്, അങ്ങനെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് തുടങ്ങിക്കൊണ്ടായിരിക്കണം ബന്ധം ചേർക്കൽ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്ന അധ്യായം. അനിൽ മിഖ്ദാമി ബിൻ മഅദി കർബ്, മിഖ്ദാം ബിൻ മഅദി കരീബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അദ്ദേഹം കേട്ടു, ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാത്തിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ കാര്യത്തിൽ നിങ്ങളുടെ വസിയത്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ബന്ധം ചേർക്കൽ വേണ്ടത് മാതാവിനോടാണ്. അതാണ് ഏറ്റവും ആദ്യമായി വേണ്ടത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. പ്രത്യേകിച്ചും ഈ മക്കള് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ കഴിയുന്ന ആളുകളും ഒക്കെ ആണ് എങ്കിൽ അവരുമായുള്ള സന്ദർശനങ്ങളും, അതുപോലെ അവരെ സന്തോഷിപ്പിക്കലും, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും, അങ്ങനെ കൂടുതൽ ബന്ധങ്ങൾ അത് ഉണ്ടാക്കേണ്ടത് മാതാവിനോടാണ്. ഇതാണ് ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാത്തിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യൂസീകും ബി ഉമ്മഹാത്തിക്കും, വീണ്ടും നിങ്ങളുടെ മാതാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സുമ്മ യൂസീകും ബി ആബായിക്കും, അതിനുശേഷം പറഞ്ഞു നിങ്ങളുടെ പിതാക്കളുടെ കാര്യത്തിലും. അപ്പോൾ അതിൻ്റെ അർത്ഥം മാതാവിലും പിതാവിലും വേർതിരിവ് കാണിക്കണം എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു പദവി ഉമ്മമാർക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയാണ്. അതിനുള്ള കാരണം പണ്ഡിതന്മാർ പറയുകയും ചെയ്തു, ലിതഅബിഹിന്ന വഖിദ്മതിഹിന്ന വമഖാസാത്തിൽ മശാഖിഫിൽ ഹംലി വൽ വലഇ വറളാഇ വത്തർബിയ. അവരാണ് കൂടുതൽ ക്ഷീണിക്കുന്നത്, അവരാണ് കൂടുതൽ ഖിദ്മത്ത് സേവനം ചെയ്യുന്നത്, അവരാണ് ഗർഭധാരണവും അതുപോലെ തന്നെ പ്രസവവും മുലകുടിയും പരിപാലനവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായി കൂടുതൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അത് 2 തവണ ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുമ്മ യൂസീകും ബി ആബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാര്യത്തിലും അല്ലാഹു നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു. അതിനുശേഷം പറഞ്ഞു, സുമ്മ യൂസീകും ബിൽ അഖറബി ഫൽ അഖറബ്, പിന്നെ അടുത്ത ആളുകൾ, പിന്നെ അതിനോടടുത്ത ആളുകൾ. അപ്പോൾ ഏറ്റവും അടുത്ത ആളായി, ഏറ്റവും ആദ്യമായി, ഏറ്റവും കൂടുതലായി ഇവിടെ പറഞ്ഞത് മാതാവിനെ കുറിച്ചാണ്, ശേഷം പിതാവിനെ കുറിച്ചാണ്, ശേഷം ഏറ്റവും അടുത്ത ആളുകൾ ആരാണ് അവരുമായുള്ള ബന്ധം ചേർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അടുത്ത ആളുകളോട് ഒരു നിലക്കും ബന്ധം മുറിക്കുവാൻ പാടില്ല. ഏറ്റവും കൂടുതലായി ശക്തമായ നിലക്കുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതും ബന്ധം പുലർത്തേണ്ടതും അവരോടാണ് എന്നുകൂടി നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.